അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ നടുവിൽ കാണാണ്ട് രണ്ട് സൈഡിലും പണിയാത്ത പാടങ്ങൾ, തെങ്ങും പറമ്പും പാടമൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. നടുവിൽ കാണുന്നത് റോഡാണ്, പുഴയല്ല കേട്ടത്, അല്ലെങ്കിൽ ഇത് തോടല്ലത്. ഇത് മനുഷ്യർ യൂസ് ചെയ്യുന്ന, നമ്മുടെ ആൾക്കാർ എടുത്തിരുത്തി പഞ്ചായത്ത് വാർഡ് 1 ഉപയോഗിക്കുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. നിറച്ച് വെള്ളം കെട്ടിയിരിക്കണം. അതിന് എന്തായിരിക്കും കാരണം എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ചൂലൂര് മുരിയാന്തോട് പോകുന്ന വഴിയാണ്. നമ്മുടെ പല്ല ഭാഗത്തുനിന്ന്, പല്ലേന്ന് ചൂലൂര് മുരിയാന്തോട് പോകുന്ന വഴി കടലാഴി. ഏറ്റവും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലാഴി ശിവക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു വഴിയാണ്. നമ്മുടെ NH66, പഴയ NH70 ഉള്ള പല്ല ഭാഗത്തുനിന്നുള്ള ഏറ്റവും ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് ഈ വഴി. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ നാട്ടുകാരോട്, ഇവിടെ ഈ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരോട്, അവരുടെ എന്താണ് പ്രശ്നങ്ങൾ, ഇവിടെ എന്താണ് ഇപ്പം ഈ മഴ പെയ്തപ്പോൾ അവർക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടായെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഇരിക്കണേ? നിങ്ങൾ എന്താണ് ദൂരത്തേക്ക് നോക്കിയിരുന്ന്? ഞങ്ങൾ ഇവിടുത്തെ പ്രകൃതിയും പിന്നെ ഇവിടുത്തെ വെള്ളം കയറിയതിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച്, വെള്ളം കയറിയതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണം. എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നമൊന്നുമില്ല, വെള്ളക്കെട്ട് തന്നെ. വെള്ളക്കെട്ട്, മഴ പെയ്തു, വെള്ളം നിന്നു. പിന്നെ ഇത് ഞാൻ ചോദിക്കട്ടെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. വെള്ളക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തില് മഴക്കാലമാണ്, എല്ലാ ഭാഗങ്ങളിലും വെള്ളക്കെട്ടില്ലേ? ഇവിടെ മാത്രമാണോ? വെള്ളം ഒഴുകണില്ല, ഒഴുകി പോകുന്ന വഴിയാണത് ഇവിടുത്തെ. ഇവിടെ ഇത് എന്താണ് ഈ പ്രശ്നം? ഇത് എന്താ, എവിടേക്കുള്ള വഴിയാണ് ഇത്? എന്താണ് ഇത്? ഏത് തോട്? ഇതിപ്പോ ചന്ദ്രാപ്പുന്നി, അതായത് മധുരംപള്ളി ചന്ദ്രാപ്പുന്നി വഴി വെള്ളം ഒഴുകി വരുന്ന ഒരു തോടാണ് ഇത്. ഇതിലേ വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മളെ കുഴിക്കക്കടവ് പുഴയിലേക്കാണ്, ചെറ വഴി. പക്ഷെ ഇതിൽ കുളവാഴകൾ ഒക്കെ നിറഞ്ഞ കാരണം വെള്ളം ഒഴുകാനുള്ള ഒരു ഇതില്ല. ഈ കുളവാഴ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അപ്പൊ ഇത് എവിടെ നല്ല ദൂരത്തുനിന്ന് ഈ കുളവാഴ എവിടെ തുടങ്ങി ഉണ്ടാവും? ഇതിൽ വളരുന്നതാണ്. ഇത് ഇവിടുത്തെ നമ്മളെ വാർഡ് ഇടത്തിരുത്തി പഞ്ചായത്തുകാർ ഇത് വന്ന് കണ്ട് അതിനുള്ളൊരു പ്രതിവിധി അവരുണ്ടാക്കണം. കുളവാഴ ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ ഈ ഇത് ചൂലൂര് റോഡ് എന്താണ് പറഞ്ഞത് വഴി? റോഡിന്റെ കറക്റ്റ് പേര് ചൂലൂര് മുറിയാന്തോട് വഴി അല്ലേ? അപ്പൊ അവിടേക്ക് പോണെങ്കിൽ എളുപ്പ വഴി, കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് താമസിക്കാനും പറ്റും, യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പൊ ഈ കുളവാഴ ഇതൊന്ന് നമുക്ക് നോക്കാട്ടാ, ഇതിന്റെ അവസ്ഥ എന്താണ്? കുളവാഴ ടൈറ്റാണ്, നിറച്ചാണ് അല്ലെ? അവിടുന്ന് വെള്ളം തള്ളണത് പാടത്തേക്ക് വെള്ളം സാധാരണ ആ ഭാഗത്തുനിന്ന് ഒഴുകിയാണ് വരുന്നത്. അതെ, ചന്ദ്രാപ്പിന്നി ഭാഗം, ചന്ദ്രാപ്പിന്നി സൈഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും അതിന്റെ ഇടയിൽ കെട്ടിടക്കുന്ന കുളവാഴിയാണ് അല്ലേ അത്? ഓട്ടെ, അങ്ങോട്ടൊക്കെ വരാൻ പറ്റുമോ? കുഴപ്പമില്ല, വരുന്നോണ്ട് കുഴപ്പമില്ല, വെള്ളം കുറവുള്ളൂ. നമുക്ക് ഇവരുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ കാണുമ്പോൾ ഇതിന്റെ അധികൃതരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഈ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ, ഇതിന്റെ ആരെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ അവരുടെ ശ്രദ്ധയിൽ പെടുത്താനും കൂടിയിട്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്ത്. അവരെ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല, എനിക്കറിയില്ല എന്താണ് ഇവിടുത്തെ സംഭവം എന്നുള്ളത്. നമ്മളിങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർ പറഞ്ഞാണ് ഇതാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്. ഈ സംഭവം കുളവാഴ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇവിടുന്ന് വെള്ളം ശരിക്കും ഒഴുകി പോകും, പുഴയിലേക്ക് പോകും. അപ്പൊ ഇതുപോലത്തെ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാവില്ല. ഇതിപ്പോ എത്ര ദിവസമായിട്ട് ആൾക്കാരുടെ വീടുകളിലൊക്കെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്? ഒരാഴ്ചയോളായിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട്. പക്ഷെ ഇപ്പൊ മഴയില്ലാണ്ടും വെള്ളം നിറഞ്ഞ മുട്ടിനൊപ്പം വെള്ളം ഉണ്ട് അല്ലെ? വെള്ളം പോവാനുള്ള ഒരു സൗകര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സംഭവമൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പുഴയിലേക്ക് പോക്കോളും. അപ്പൊ ഇതിന്റെ സംവിധാനം അവിടെ നിന്നൊക്കെ നിറച്ചുണ്ട് അല്ലേ? ഇതിപ്പോ നമ്മളെ ഈ വഴി നേരെ പോയി ചൂലൂര്, അതായത് ചൂലൂര് അയ്യമ്പടി കോളനി വഴി ഈ തോട് പോണത് ഉപ്പന്തറ കോളനി. അവിടെയും കുറെ ജനങ്ങളുണ്ട്, അവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഇത് പഞ്ചായത്തിൽ നിന്ന് വന്ന് കണ്ട് അവരെന്തെങ്കിലും തീരുമാനം എടുത്ത് മാറ്റിയെങ്കിൽ തന്നെ ഇവിടുത്തെ വെള്ളക്കെട്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമുള്ള റോഡ് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വീടുകളിലെ ബുദ്ധിമുട്ടുകളും മാറാനുള്ള ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നും കാര്യമായിട്ട് ചെയ്യാനല്ലേ അല്ലേ? നമ്മുടെ ഈ ഒരു കുളവാഴ മാറ്റലും തോടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ വെള്ളം പൊക്കോളും. അത്യാവശ്യം കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല, കുഴപ്പമുണ്ടാവാൻ വഴിയില്ല എന്നാണ് പറയുന്നത് അല്ലേ? വെള്ളം ഒഴുകി പൊക്കോളും. നമുക്ക് നേരെ കുഴിക്കക്കടവ്, പയ്യന്നൂര് കുഴിക്കക്കടവ്
പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ തൃപ്രയാർക്ക് അങ്ങനെ കടലിലേക്ക് പോകും വെള്ളം. വെള്ളം പൊക്കോളും. കുളവാഴ മാറ്റി കഴിഞ്ഞാൽ ഒഴുക്കായി വെള്ളം ശാന്തമായി അങ്ങോട്ട് ഒഴുകി പൊക്കോളും. അപ്പൊ ഈ കാണുന്ന വെള്ളമൊക്കെ ഇതിലേ അങ്ങോട്ട് വലിച്ചു പൊക്കോളും. അപ്പൊ ഈ പാടത്തുനിന്നുള്ള വെള്ളമൊക്കെ അതിനുള്ളൊരു വഴിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊക്കോളും എന്നാണ് പറയുന്നത്. ഓവും സാധനങ്ങളൊക്കെ റെഡി തന്നെ. അപ്പൊ ഈ കുളവാഴയാണ് ഇവിടുത്തെ പ്രശ്നം. അത് മാറ്റി കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പൊക്കോളും. അപ്പൊ അത് ഇതിന്റെ വേണ്ടപ്പെട്ട ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇതൊക്കെ കാണണമെങ്കിൽ അവരെ കണ്ണിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് അവര് കാണുകയാണെങ്കിൽ കാര്യങ്ങള് ഒന്ന് ശ്രദ്ധിച്ചാൽ ആൾക്കാർക്ക് യാത്രക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട്. ജസ്റ്റ് ഈ കുളവാഴയൊക്കെ മാറ്റിയാൽ മതി, അല്ലാണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നാണ് മനസ്സിലായണ്ട. അങ്ങനെ വലിച്ച് മാറ്റിയാൽ മതി. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തുക. അതുപോലെ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരാരെന്ന് വെച്ചാൽ അവര് ജനപങ്കാളിത്തത്തോടെ ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നാണോ അല്ലെ? അത്ര തന്നെ ഉള്ളൂ. ജനപങ്കാളിത്തത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ പഞ്ചായത്ത് ചെയ്യണമെന്നില്ല. നമ്മുടെ ഇവിടുത്തെ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആൾക്കാർ കൂടി ഒരുമിച്ച് ചെയ്താൽ ഈ ഭാഗത്തുള്ള ആളുകൾക്കും അത് യാത്ര ചെയ്യുന്ന ആളുകൾക്കും റോട്ടിക്കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ താമസിക്കുന്ന വീട്ടുകാർക്കും ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നി. 17 ഇപ്പോഴത്തെ NH66ലേക്ക് ഏറ്റവും ഷോർട്ടായിട്ട് പല ഭാഗത്തുനിന്ന് ഏറ്റവും ഷോർട്ട് കട്ടിലൂടെ പോകാൻ പറ്റുന്ന ഒരു റോഡിൻ്റെ ഭാഗത്തുള്ള വീടുകളാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ ഏകദേശം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നു. ഒരു ദിവസം കൂടിയൊക്കെ മഴ നിന്ന് കഴിഞ്ഞാൽ അല്ലേ, ഒരു ദിവസം കൂടിയൊക്കെ മഴ നിന്നാൽ പോണ്ടി വരും ഇവിടുന്ന് അല്ലേ? ഇന്ന് രാവിലെ തുടങ്ങി ഇവിടെ മഴയില്ല. ഈ നേരം വരെ മഴ പെയ്തിട്ടില്ല കാര്യമായിട്ട് അല്ലേ, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വീടിന്റെ അകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല. ഹായ്, എന്താണ് സൈക്കിള് ചവിട്ടാൻ പറ്റണില്ലേ? പറ്റണില്ല അല്ലേ? മുട്ടിനൊപ്പം വെള്ളം ഉണ്ട് അല്ലേ? ഏകദേശം മുട്ടിന്റെ ഒപ്പം വരെ വെള്ളം ഉണ്ട്. ഇന്നൊന്നും മഴയില്ലാണ്ട് ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വേണ്ട, ഈ വീടൊക്കെ ഫുള്ള് ഏകദേശം വെള്ളത്തിൽ മുങ്ങി നിൽക്കണം. ഈ വീട്ടുകാരൊക്കെ ഒരാഴ്ചയായിട്ട് ഇവിടുന്ന് മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. മഴയൊന്നുമില്ല, പക്ഷെ എന്നാലും വീടുകളിൽ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്കൊരു വീടിന്റെ കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം എന്താണ് അവസ്ഥ എന്ന്. അത്യാവശ്യം ഏകദേശം മുട്ടുഭാഗത്ത്. ചേട്ടാ, ഇവിടെ ബ്രാലൊക്കെ പിടിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ഇത് വേണ്ട അല്ലേ, ഏത് ഭക്ഷണത്തിന് മുട്ടില്ല, കറികൾക്ക് ഒന്നും മുട്ടില്ല അല്ലേ? അതിന്റെ അത് നോക്കിയേ, എന്താണ് അതിന്റെ ഒരു ഭംഗി നോക്കിയല്ലേ. വീടിന്റെ മുറ്റത്ത് മീൻ വന്ന് കിടക്കണം. ഇപ്പൊ കടലിലെ മീനൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ, അപ്പൊ നമുക്ക് എന്താ പറയാ, വീടിന്റെ മുറ്റത്തുനിന്ന് മീൻ പിടിച്ച് കഴിക്കാല്ലേ ഇപ്പൊ. ആ അവസ്ഥയിലാണ്. അകത്തേക്ക് കയറിയാ അതെ, അടുക്കളയിൽ തന്നെ നിന്ന് പിടിച്ച അവിടെ തന്നെ നിന്ന് കുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാ? അവിടെ തന്നെ വേണ്ട, മീൻ അടുക്കളയിലേക്ക് കയറി വരുന്ന അവസ്ഥയിലേക്കാണ് അടുത്തത് അല്ലെ. ഒരു ദിവസം കൂടി മഴ പെയ്ത അടുക്കളയിലേക്ക് മീൻ കയറി വരും. നമുക്കപ്പൊ മീൻ ചട്ടിയിൽ നേരിട്ട് കയറുന്ന അത്രയും സൗകര്യമായിരിക്കും അല്ലെ. അപ്പൊ ആ അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ പോണത്. അപ്പൊ ചേട്ടന്റെ പേരെന്നാ? സത്യൻ അല്ലേ? ഓക്കെ. അപ്പൊ പറമ്പിലുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ഏകദേശം വെള്ളത്തിൽ മുങ്ങിയില്ലേ, മുങ്ങി കിടക്കണം. നമ്മൾ വഴിയിലൂടെ നടക്കണം. ഇവിടെ ഈ സൈഡിൽ എങ്ങനെയാണ് നോട്ടെ, ഈ ഭാഗത്ത് കുളവാഴ ഇല്ല, കുറച്ചാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഇവിടെ ഒഴുക്ക് ഇല്ല. അപ്പൊ ഈ കുളവാഴയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ വെള്ളം കൂടെ ഒഴുകി പൊക്കോളും. പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് ആൾക്കാർക്ക് സഞ്ചാരയോഗ്യമാവും.